Hi dear friends, welcome to A+ Training Solutions. അപ്പം നമ്മൾ ജനുവരി 2025 നടന്ന എക്സാമിൻ്റെ ക്ലാസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നതിൻ്റെ ക്ലാസ് പാർട്ട് 2 ആണ്. ഏകദേശം ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താണ് 16ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ: ഇൻ ആൻ എക്സാമിനേഷൻ 60% സ്റ്റുഡൻറ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഒരു എക്സാമിന് 60% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷിന് പാസ്സായിട്ടുണ്ട്. 50% പാസ്ഡ് ഇൻ മാത്സ്. മാത്സിൽ 50% കുട്ടികളും പാസ്സായിട്ടുണ്ട്. 30% ഫെയിൽഡ് ഇൻ ബോത്ത്. 30% പേര് എന്താണ്? രണ്ടിനും ഫെയിൽ ആയിട്ടുള്ളവരാണ്. ഇഫ് 220 കാൻഡിഡേറ്റ്സ് പാസ്ഡ് ഇൻ ബോത്ത്, അതിൽ 220 കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടിലും പാസ്സായിട്ടുണ്ട് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. ആദ്യം പറഞ്ഞിരിക്കുന്നത് 60% ഇംഗ്ലീഷിന് പാസ്സായി, 50% മാത്സിന് പാസ്സായി, 30% പേരാണ് രണ്ടിനും ഫെയിലായത്, അല്ലേ? ഇനി ടോട്ടൽ 220 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കൊരു ഡയഗ്രാം വരച്ച് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം വരുന്നത്? ഉണ്ടോ? ഇവിടെ എന്ത് വരും? ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലും പാസ്സായവരുടെ എണ്ണമാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? ഇത് 60 മൈനസ് എക്സ് ആണ്. ടോട്ടൽ 60 ആണ്. അതായത് ഇംഗ്ലീഷിന് പാസ്സായവർ മൊത്തം നമുക്ക് 60 ആണ്. അതിലെന്ത് ചെയ്തു? നമ്മൾ എക്സ് അങ്ങ് രണ്ടിലും ഇംഗ്ലീഷിനും മാത്സിനും പാസ്സായവരുടെ എണ്ണം കുറയ്ക്കുമ്പോഴേക്കും ഇവിടെ എന്ത് വന്നു? ഇത് 60 മൈനസ് എക്സ് ആണ്. അതേപോലെ ഇതെന്ന് പറയുന്ന ടോട്ടൽ 50 ആണ്. അതിൽ എന്ത് ചെയ്തു? X% രണ്ടിനും എന്താണ്? പാസ്സായവരുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് അത് അവിടെ അങ്ങ് മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെ 50 മൈനസ് എക്സ് എന്ന് വന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന ടോട്ടൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പറയുന്ന 60 മൈനസ് എക്സും അതേപോലെ തന്നെ എന്താണ് എക്സും ഈ 50 മൈനസ് എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ കിട്ടേണ്ടത്? ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യം 100%-ല് 30% പേരാണ് രണ്ടിനും പാസ്സായി ഫെയിലായവര്, 30%. അപ്പോൾ ഒന്നുകിൽ എന്താണ്? ഇംഗ്ലീഷിന് പാസ്സായവര്, അല്ലെങ്കിൽ മാത്സിന് പാസ്സായത്, അല്ലെങ്കിൽ എന്താണ്? ബോത്ത് ലാംഗ്വേജ്, അല്ലെ? ബോത്ത് സബ്ജക്റ്റ്, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. എത്രയായിരിക്കും? 70% അല്ലേ? ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനും പാസ്സായവരുടെ എണ്ണം എന്ന് പറയുന്നത് 70% ആണ്. കാര്യം 30% രണ്ടിനും തോറ്റവരുടെ എണ്ണമാണ്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്കിപ്പോൾ 70% നമുക്ക് കിട്ടി. എന്താണ്? ഒന്നുകിൽ ഇംഗ്ലീഷിന് പാസ്സായവര്, കണ്ടോ? ഇംഗ്ലീഷിന് പാസ്സായവര്, പിന്നെ എന്താണ്? രണ്ടിനും പാസ്സായവര്, പിന്നെ വരുന്ന എന്താണ്? മാത്സിന് പാസ്സായവര്. അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 70% ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? 60ഉം 50ഉം എന്ന് പറയുമ്പോൾ 110. ഇവിടെ എന്താണ്? മൈനസ് എക്സും പ്ലസ് എക്സും കട്ടായി പോകും. 110 മൈനസ് എക്സ് എന്ന് പറയുന്നത് 70%. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? 110 മൈനസ് 70 ആണ്. ഈ മൈനസ് എക്സ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് എക്സ് ആകും. 110ൽ നിന്ന് 70 കുറക്കുമ്പോൾ 40 കിട്ടും. 40% എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? രണ്ടിനും പാസ്സായവരുടെ എണ്ണമാണ് എക്സ് ആക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് സബ്ജക്റ്റിനും പാസ്സായവരുടെ എണ്ണമാണ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് എന്ന് പറയുന്നത് 40% ആണ്. സോ 40% 220 ആണെങ്കിൽ 100% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. നമുക്ക് ഈ 40% കിട്ടാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. എന്ത് ചെയ്യുക? 40% 220 ആണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ ജസ്റ്റ് ക്രോസ് ചെയ്യുക. ആൻസർ എങ്ങനെ വരും? 100 × 220 ഡിവൈഡ് ബൈ 40. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. 0 0 കട്ടായി പോകും. 22 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25 ആണ്. 25 × 22 എന്ന് പറയുന്നത് 580 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 550 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നിന്നാണ് 60% പേര് ഇംഗ്ലീഷിനും 50% പേര് മാത്സിനും 30% പേര് രണ്ടിനും തോറ്റു.
എന്താണ് രണ്ടിനും പാസ്സായവരുടെ എണ്ണമാണ് X% എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്കത് ഈസിലി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 80 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ഒരു സ്ഫിയർ, ഒരു ഗോളത്തിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 2 ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയർ ആക്കി നമ്മൾ എന്ത് ചെയ്തു, ഇതിനങ്ങ് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ 2 ഹെമിസ്ഫിയർ ചോദിച്ചിരിക്കുന്ന. അപ്പൊ നമുക്കറിയാം എന്താണ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr². ഓക്കെ, 4πr² ആണ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താ വരേണ്ടതെന്ന് നോക്കിക്കേ. അപ്പൊ ഇത് 4πr² ആണെന്ന് അറിയാം നമുക്ക് ഒരു ഏരിയ ഓഫ് സ്ഫിയർ. എങ്കിൽ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 3πr² ആണ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇവിടെ നമുക്കറിയാം 2 ഹെമിസ്ഫിയർ ഉണ്ട്. സോ ഇവിടെ എന്ത് വരും? ടോട്ടൽ എന്ന് പറയുന്നത് 6πr² ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ്? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, അതായത് 4πr² എന്ന് പറയുന്നത് 80 ആണ്. ഇവിടെ നമുക്ക് പൈയും ആറും ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? 6πr² ആണ്. ഈ πr² രണ്ടിലും കോമൺ ആണേ. ബാക്കി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ πr² വാല്യൂ നമുക്കിപ്പോ കണ്ടുപിടിച്ചാൽ മതി. സോ 80 ഡിവൈഡ് ബൈ 4 എന്ന് വരും. 20 ആണ് πr² വാല്യൂ. അത് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ. അപ്പൊ 6 × 20 എന്ന് വരും. അതായത് 120 ആണ് എന്തെന്ന് പറയുന്നത്? ഈ 2 ഹെമിസ്ഫിയറിന്റെയും ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്? സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4πr² ആണ്. ഹെമിസ്ഫിയർ ആകുമ്പോൾ 3πr² പ്ലസ് 3πr², അതായത് 6πr² ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. x² - 1 is a factor of the polynomial ax³ plus bx² plus cx plus d. Then which of the following is not correct? Correct അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. x² - 1 ഫാക്ടർ ആകണമെങ്കിൽ നമുക്കറിയാം x² - 1 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? x - 1 × x + 1 അല്ലെ. a² - b² എന്ന് പറയുന്നത് a + b × a - b ആണ്. അതായത് x² - 1 ഫാക്ടർ ആണെങ്കിൽ x - 1ഉം x + 1ഉം ഈ ഒരു ഇക്വേഷന്റെ എന്തായിരിക്കണം? ഫാക്ടേഴ്സ് ആയിരിക്കണം. സോ നമുക്കറിയാം x - 1 ഫാക്ടർ ആവണമെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കണം? -1 ഇപ്പുറം വരുമ്പോൾ +1 ആവണം. x + 1 ഫാക്ടർ ആവണമെങ്കിൽ xന്റെ വാല്യൂ -1 ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ax³ plus bx² plus cx plus d എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ax³ എന്ന് പറയുന്നത് 1³ plus b × 1² plus c × 1 plus d എന്ന് വരും. സോ ആൻസർ എങ്ങനെ വരും? a plus b plus c plus d. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. സോ x = 1 ആണെങ്കിൽ a plus b plus c plus d എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എക്സിന്റെ വാല്യൂ. -1 ഇട്ട് കൊടുക്കാം. സോ a × -1³ plus b × -1² plus c × -1 plus d. ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കറിയാം എന്താണ്? -1ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് എങ്കിൽ ആൻസർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. -1ന്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. സോ -1ന്റെ പവറിൽ ഇവിടെ തന്നിരിക്കുന്നത് ഓഡ് നമ്പർ ആണ്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? a × -1, സോ -a വരും. പ്ലസ് ഇവിടെ എന്താണ്? b × -1ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ്. സോ ആൻസർ വരേണ്ടത് പോസിറ്റീവ് ആണ്. സോ +b. ഇവിടെ എന്ത് വരും? -c plus d. സോ -a plus b - c plus d എന്ന് പറയുന്നത് ഇതും എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി തന്നിരിക്കുന്ന 2 ഉണ്ടല്ലേ.
അതിലേതാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് ത്രൂ ഔട്ട് ഒന്ന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താലും അത് ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ അതിന് വാല്യൂവിന് വ്യത്യാസം വരില്ല. സോ ഇത് ത്രൂ ഔട്ട് ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ആൻസർ എങ്ങനെ വരും? എ എന്ന് പറയുന്നത് -a ഇൻറ്റു -1 എന്ന് പറയുന്ന എ ആകും. a മൈനസ് ബി പ്ലസ് സി മൈനസ് ടി. എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. a മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി. ഇതും എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇനി ലാസ്റ്റ് നോക്കിക്കേ, ഇത് യാതൊരു ബന്ധമല്ല അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ രണ്ടിനും നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ ഡിക്ക് ആയിരുന്നു നെഗറ്റീവ് എങ്കിൽ ഓക്കെ, നമുക്കത് സൊല്യൂഷൻ ആണെന്ന് പറയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, എ മൈനസ് ബി മൈനസ് സി പ്ലസ് ഡി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് ആൻ ഇൻറ്റിജർ, what is the remainder when a square is divided by a? ഡിവൈഡ് ബൈ 4 എന്നാ ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ് എങ്കിൽ എ സ്ക്വയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്താണ്? എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. അപ്പൊ എ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കണം? ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്തായിരിക്കണം? എക്ക് 1 ഇട്ട് കൊടുത്തു. നമ്മൾ എന്ത് വന്നു? എ സ്ക്വയറും 1 ആണ്. നമുക്ക് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ, 1/4 ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഒരു ആൻസർ അല്ല വരേണ്ടത്. അപ്പൊ നമുക്ക് കൊടുക്കാം, എക്ക് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 4 വരും. 4/4 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നമ്മൾ കൊടുത്തു, എക്ക് 3 എന്ന് ഇട്ട് കൊടുത്തു. എക്ക് 3 ഇട്ട് കൊടുത്തു. ഇവിടെ എന്ത് വരും? എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 4/4 എന്ന് പറയുന്ന 1 ആണ്. ഇവിടുത്തെ റിമൈൻഡർ, നമുക്ക് റിമൈൻഡർ അല്ലേ വേണ്ടത്. അപ്പൊ റിമൈൻഡർ ഇവിടെ 0 ആണ്. ഇവിടെ എന്ത് വരും? എ സ്ക്വയർ 4 ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. 9/4 എന്ന് പറയുന്നത് ആൻസർ എത്ര വരും? 2ഉം റിമൈൻഡർ 1ഉം വരും. അപ്പൊ 0യും വന്നു 1ഉം വന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0 ഓർ 1 ആണ്. ഓക്കെ, നൺ ഓഫ് ദ എബോവ് വരില്ല. കാര്യം 0 ഏതൊരു നമ്പർ എടുത്താലും നമുക്ക് അതിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 വരുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. നമുക്ക് എ വേണമെങ്കിൽ നമുക്ക് 4 എടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വന്നു? എ സ്ക്വയർ എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഡിവൈഡ് ബൈ 4. ഇവിടെയും റിമൈൻഡർ 0 ആണ്. ആൻസർ വരേണ്ടത് 0 അല്ലെങ്കിൽ 1 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു തരാം. അതായത് എ എന്ന് പറയുന്ന വാല്യൂ ഒന്നുകിൽ 2n ആകാം, അല്ലെങ്കിൽ എന്താണ്? ഓർ 2n+1. എന്നിന് 1 ഇട്ട് കൊടുത്താൽ ആദ്യത്തെ നമ്പർ 2 കിട്ടും, അടുത്ത നമ്പർ 2n+1 അഥവാ 3 കിട്ടും. ഉണ്ടോ? ഇത് രണ്ടിലൊന്നായിരിക്കും എ എന്ന് പറയുന്നെങ്കിൽ നമുക്കതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയെന്ത്? രണ്ട് സെക്ഷൻ ആയിട്ടാണ്. ഇവിടുത്തെ എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 4n സ്ക്വയർ അല്ലെ, ഡിവൈഡഡ് ബൈ എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ n സ്ക്വയർ വരും. അതായത് റിമൈൻഡർ ഒന്നും വരില്ല, റിമൈൻഡർ 0 ആണ്. ഇനി 2n+1 ചെയ്യാം. ഇതാണ് നമ്മുടെ അതിന്റെ എന്ത് ചെയ്യുക? 2n+1ന്റെ സ്ക്വയർ ചെയ്യുമ്പോഴേക്കും 2n+1 ദി ഹോൾ സ്ക്വയർ ചെയ്യുക. ഇവിടെ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2ab. 2ab എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 × 2n+1 എന്ന് വരും. സോ 4n സ്ക്വയർ പ്ലസ് 4n+1. ഇത് രണ്ടിലും എന്താണ്? 4 കൊണ്ട് കറക്റ്റ് ആയിട്ട് കട്ടായി പോകും. ബാക്കി റിമൈൻഡർ വരേണ്ടത് 1 ആണ്. അപ്പം നമ്മൾ എന്താണ് ജനറലൈസ് ചെയ്ത് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 or 3 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടും. അപ്പൊ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എന്താണ് വേണ്ടത്? r എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ റിമൈൻഡർ എന്താണ്? 1 അല്ലെങ്കിൽ 0 വരുള്ളൂ. അപ്പൊ 19ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x equal to 2 plus root 5, then xy equal to 1, then what is x plus y എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സിന്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 2 plus root 5 ആണ്. xy എന്ന് പറയുന്ന 1 ആണ് എങ്കിൽ y എന്ന് പറയുന്നത് 1/x അല്ലേ. നേരെ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ആദ്യപ്പുറം വന്ന് ഡിവിഷൻ ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്ന എന്ത് വരും? 1/2 plus root 5 ആണ് yയുടെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണല്ലേ. എക്സ് പ്ലസ് വൈ. അപ്പൊ എക്സും കിട്ടി വൈയും കിട്ടി. എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചാൽ പോരെ. എക്സ് എന്ന് പറയുന്നത് 2 plus root 5 ആണ്. പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 plus root 5 ആണ്. ഓക്കെ,
ഡയറക്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൻസർ എങ്ങനെ വരും, 2 + √5 ദി ഹോൾ സ്ക്വയർ പ്ലസ് 1. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 2 + √5. ഓക്കെ, ഇവിടെ എന്ത് വരും, എ സ്ക്വയർ, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് 4 + എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2 ആണ്, 2ab ലാസ്റ്റ് എന്താണ്, ഒരു +1 കൂടി ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 + √5 വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും, 4 + √5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 തന്നെ വരും. 2 × 2 4 ആണ്, 4 √5 + 1 ഡിവൈഡ് ബൈ 2 + √5 എന്ന് വരും. ഇനി ഇതിനെങ്ങനെ ചെയ്യാം, 4 5 9, 9 1 10 ആണ്. അപ്പൊ 10 + 4 √5 ഡിവൈഡ് ബൈ 2 + √5 എന്ന് വന്നു. ഇവിടം വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, റാഷണലൈസേഷൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. 10 + 4 √5 ഡിവൈഡ് ബൈ 2 + √5. ഇവിടം വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. എന്താണ് ആ മെത്തേഡ്, ഡിനോമിനേറ്ററിൽ എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ സൈൻ മാറ്റി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ മെത്തേഡ് അല്ലെ, ഡിനോമിനേറ്ററിന്റെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു അല്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. 10 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 20 പ്ലസ് 10 × -√5 എന്ന് പറയുന്നത് -10 √5 പ്ലസ് 4 × 2 എന്ന് പറയുന്നത് 8 √5. അടുത്ത എന്താണ്, മൈനസ് 4 √5 × √5 എന്ന് പറയുമ്പോൾ എത്ര വരും, 4 5 4 √5 × √5 എന്ന് വരും. അതായത് ഇവിടെ എത്ര വരും, 4 × 5 എന്ന് വരും, 4 × 5 എന്ന് വരും. ഡിവൈഡഡ് ബൈ a + b × a - b. എന്താണ്, a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും, 20 മൈനസ് 10 √5 8 √5 കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം എന്ത് വരും, ഇവിടെ 2 √5 വരും. മൈനസ് ഇവിടെ എന്താണ്, 20 ആണ്, 4 × 5 20 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും, 4 - 5 എന്ന് വരും. സോ ആൻസർ എങ്ങനെ വരും, ഈ 20ഉം ഈ 20ഉം കൂടി കട്ടായി പോകും. ഇവിടെ ആൻസർ എങ്ങനെ വരും, -2 √5 ഡിവൈഡ് ബൈ 4ൽ നിന്ന് 5 കുറക്കുമ്പോൾ 1 ആണ്, -1 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 2 √5 ആണ്. മൈനസും മൈനസും കട്ടായി പോകും, 2 √5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, നമ്മൾ ആദ്യം ഈ ഒരൊറ്റ മെത്തേഡ് നമുക്ക് എത്തിച്ചാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് ഇവിടം വരെ കിട്ടും എളുപ്പമായിട്ട്. പിന്നെ ഓർക്കണം എന്താണ്, ഡിനോമിനേറ്ററിനെ നമുക്ക് റൂട്ട് മാറ്റി വേണം നമ്മൾ, കാര്യം നമുക്ക് ഡിനോമിനേറ്ററിന്റെ ഫോമിൽ തന്നിട്ടില്ല. സോ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ റൂട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of tan 44 × tan 45 × tan 46 is tan 44 × tan 45. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, tan 45 എന്ന് പറയുന്ന 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇത് 1 ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ, tan 44 × tan 46 നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് tan 44നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സൈൻ ടാൻ തീറ്റയെ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ സൈൻ 44 ഡിവൈഡ് ബൈ കോസ് 44 എന്ന് എഴുതുക. ഇനി ഇവിടെ എന്താണ്, ടാൻ 46നെ എന്ത് എഴുതണം, സൈൻ 46 ഡിവൈഡ് ബൈ കോസ് 46 എന്ന് എഴുതുക. ഓക്കെ, ഇനിയും നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് വേറൊരു മെത്തേഡിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്കിവിടെ എന്താണ് അറിയാവുന്നത്, കോസ് 90 - തീറ്റ എന്ന് പറയുന്നത് എന്താണ്, അത് സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോസ് 44നെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഈ കോസ് 44നെ നമുക്ക് കോസ് 90 - 46 എന്ന് എഴുതാം അല്ലേ. 90 - 46 എന്ന് പറയുന്നത് 44 അല്ലേ. അപ്പൊ എന്ത് കിട്ടി, കോസ് 90 - തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ തീറ്റ. അപ്പൊ സൈൻ 46 ആണ്. അതായത് കോസ് 44ന് ഈക്വൽ ആണ് സൈൻ 46. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചടുത്ത് നോക്കാം,
കോസ് 46നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? കോസ് 90 മൈനസ് 44 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് എന്തായി? ഇത് 46 അല്ലേ? ഇനി കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, സൈൻ 44 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ എന്തായി? നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം. സൈൻ 44 ഇൻറ്റു സൈൻ 46 അവിടെ നിൽക്കട്ടെ, ഡിവൈഡ് ബൈ കോസ് 44ന് പകരം നമുക്ക് എന്തെഴുതാം? സൈൻ 46 എഴുതാം. കോസ് 46ന് പകരം എന്തെഴുതാം? അവിടെ നമുക്ക് സൈൻ 44 എഴുതാം. കട്ടായി പോയി. ആൻസർ എത്രയാണ്? 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി 1 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു തരത്തിലും കൂടി ചെയ്യാനായിട്ട് പറ്റും. ടാനിന്റെ ഫോർമാറ്റിൽ തന്നെ അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എങ്ങനെയാണ്? ഇവിടെ സെയിം തന്നെ, ടാൻ 45 1 ആയതുകൊണ്ട് ബാക്കി രണ്ടും ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യണം? ടാൻ 44നെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. എന്താക്കി ചെയ്യാം? ടാൻ 45 മൈനസ് 1 ആക്കി കൊടുക്കാം. നമുക്ക് ഏറ്റവും അറിയാവുന്ന കാര്യമാണ് ടാൻ 45 1 ആണെന്നുള്ളത്. അതേപോലെ തന്നെ ടാൻ 46നെ നമുക്ക് ടാൻ 45 പ്ലസ് 1 ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഐഡന്റിറ്റിയിലോട്ട് പോകാം. എന്താണ് ഐഡന്റിറ്റി പറയുന്നത്? ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് ഐഡന്റിറ്റി വരുന്നത്? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇതാണ് ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത്. എങ്കിൽ ടാൻ എ മൈനസ് ബി എന്താണ്? അത് നമുക്ക് വേണ്ടേ? ടാൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. എന്താണ്? അത് തിരിച്ച് എഴുതിയേക്കാം കേട്ടോ. എന്താണ്? ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി ആണ്. ഇവിടെ എ പ്ലസ് ബി വരുമ്പോൾ എന്താണോ ചോദിച്ചിരുന്നത് അതിൽ പ്ലസ് ആണെങ്കിൽ അതാണ് ന്യൂമറേറ്ററിൽ പ്ലസ് ആയിട്ട് വരണം, ഡിനോമിനേറ്ററിൽ മൈനസ് ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. എന്തായിട്ടാണ് വരേണ്ടത്? ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ടാൻ 45 മൈനസ് 1 ആണ്. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? ടാൻ എ മൈനസ് ടാൻ ബി. അപ്പൊ എന്ത് വരും? ടാൻ 45 മൈനസ് ടാൻ 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? ഇൻറ്റു ടാൻ എ പ്ലസ് ബി ആണ് ഇവിടെ വേണ്ടത്. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ടാൻ 45ന്റെ വാല്യൂ 1 ആണെന്നറിയാം. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 1 മൈനസ് ടാൻ എ എന്ന് വരും. ഡിവൈഡഡ് ബൈ അടുത്ത് എന്ത് വരും? 1 പ്ലസ്, ഇവിടെ ടാൻ 45ന്റെ വാല്യൂ 1 ആണ്, 1 പ്ലസ് ടാൻ 1 എന്ന് വരും. ഇൻറ്റു ഇവിടെ എന്താണ്? ടാൻ 45ന്റെ വാല്യൂ 1 ആണ്. സോ ഇവിടെ 1 പ്ലസ് ടാൻ 1 വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 45 ഇൻറ്റു ഇത് 1 ആണ്, 1 മൈനസ് ടാൻ 1 വരും. ഇതും കട്ടായി പോകും, ഇതും കട്ടായി പോകും. എല്ലാം കട്ടായി പോകുമ്പോൾ 0 എന്ന് ചിന്തിക്കരുത്. ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കിവിടെ എന്താണ്? സൈൻ കോസും വെച്ചും ചെയ്യാം. അതേപോലെ തന്നെ ടാനിന്റെ ഡയറക്റ്റ് ഫോർമാറ്റിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. സൈൻ എക്സ് ഈക്വൽ ടു എ ബൈ ബി, വാട്ട് ഈസ് ടാൻ എക്സ്? ടാൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം സൈന്, കോസ്, ടാൻ ഏതിൻ്റെങ്കിലും ഒന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതാണ് എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡന്റിറ്റി? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിനെയാണ് നമ്മൾ സൈൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി കോസ് ആണെങ്കിലോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് എന്ന് പറയുന്നത്. ഇനി ടാൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സൈൻ ബൈ കോസ് അല്ലേ ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇതാണ് എക്സ് എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ബി ആണ്. എങ്കിൽ നമുക്ക് ഈ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അത് എന്തായിട്ട് വരും? അത് ബേസ് ആണ്. ബേസ് ആണെങ്കിൽ ബേസ് സ്ക്വയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്ത് വരും?
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിനെയാണ് നമ്മൾ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് തിരിച്ചാണ് വേണ്ടത്. അപ്പൊ എന്ത് കിട്ടി? ബേസ് സ്ക്വയർ അല്ല, ബേസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്താണ്? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇവിടുത്തെ അതായത് ഈ തന്നിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇത് ബി ആണ്, ഇത് എ ആണ്. ഈ തന്നിരിക്കുന്നത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. എങ്കിൽ ഇനി എന്താണ്? എല്ലാത്തിന്റെയും വാല്യൂസ് കണ്ടുപിടിച്ചാൽ പോരെ? ടാൻ എക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ് ആക്കി എടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എ ആണ്. അഡ്ജസന്റ് സൈഡ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി ചോദിക്കുവാണ് അവര്, കോസ് ആണ് ചോദിക്കുന്നെങ്കിൽ എന്ത് വന്നേനെ? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ബി ഉണ്ടോ? അതിൽ ഏത്? സൈൻ ആയിക്കോട്ടെ, കോസ് ആയിക്കോട്ടെ, ടാൻ, കോട്ട്, കൊസീക്ക്, സീക്ക്, ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് എന്താണ്? ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് 6 ഓപ്ഷൻസും എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒന്ന് തന്നാൽ ബാക്കി 6ഉം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി ക്ലാസ് കണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 3/10 പ്ലസ് 3/15 ദി ഹോൾ പവർ 1/4 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കിതിനെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ വ്യത്യാസമാണ്, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ന്യൂമറേറ്റർ ഇവിടെ സെയിമും ആണ്. 3 + 10 + 3/15 ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇൻറ്റു 5 കൊണ്ട് രണ്ടിടത്തും ചെയ്താൽ മതി ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. സോ 15 + 3 ഡിവൈഡ് ബൈ 10 × 5 50. ഡിനോമിനേറ്റർ സെയിം ആയി 50 ആയി. 18 ഡിവൈഡ് ബൈ 50 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള സംഭവം നമുക്ക് എന്തായിട്ട് മാറി? 18 ഡിവൈഡ് ബൈ 50 ആയി. നമുക്ക് അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്യാം. എന്ത് വരും? 9/25 എന്ന് വരും. ഇനി അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം 9/25 ആയി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അതായത് ഹോൾ പവർ എന്താ പറഞ്ഞിരിക്കുന്നത്? 1/4 ആണ് അല്ലേ. നമുക്കിത് അറിയാം. 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. ദി ഹോൾ പവർ 1/4. രണ്ടിടത്തും ഒരേ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതിയാൽ പോരെ? സ്ക്വയർ ഇൻറ്റു എന്ത് വരും? 1/4 എന്ന് വന്നു. ഇവിടുത്തെ 4ഉം 2ഉം കൂടി കട്ടായി പോകും. ഇവിടെ 2 വരും. അതായത് നമ്മുടെ ആൻസർ എങ്ങനെ വന്നു? 3 പവർ 1/2 ഡിവൈഡ് ബൈ 5 പവർ 1/2 എന്നായിട്ട് മാറി. ഈ 3 പവർ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √3ഉം 5 പവർ 1/2 എന്ന് പറഞ്ഞാൽ √5ഉം ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, √3/√5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ വിത്ത് സ്ലോപ്പ് 3 പാസിംഗ് ത്രൂ 3, 4 ആൻഡ് 2a, then what is a? എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോപ്പ് m എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ്. അപ്പൊ സ്ലോപ്പ് 3 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? y2 മൈനസ് y1. നമുക്കറിയാം ഇത് x1, ഇത് y1, ഇതെന്താണ്? x2, ഇത് y2. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എന്ത് വരും? y2 എന്ന് പറയുന്നത് a മൈനസ് 4 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, 2 മൈനസ് 3 എന്ന് വരും. 3 = a മൈനസ് 4 ഡിവൈഡ് ബൈ 2ൽ നിന്ന് 3 കുറച്ചാൽ 1 ആണ്. എന്തൊന്ന്? -1 ആണ്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 = a മൈനസ് 4 എന്ന് വന്നു. -3 + 4 = a ആണ്. ഇവിടെ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a² + ax + b = 0 ഹാസ് ഓൺലി 1 സൊല്യൂഷൻ. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? b² - 4ac എന്ന് പറയുന്നത് 0 ആണ്. ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? b² - 4ac < 0 ആണ്. മോർ ദാൻ 1 സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? b² - 4ac എന്ന് പറയുന്നത് എന്താണ്? > 0. അതായത് 2 സൊല്യൂഷൻ ഉണ്ടാകും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് ഇതിനാണ് 1 സൊല്യൂഷൻ ഉള്ളത്. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഇക്വേഷന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, x² + ax + b. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + c എന്നുള്ളതാണ്.
ഓക്കെ, പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് സി ആണ്, എ എക്സ് പ്ലസ് ബി. അതായത് ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ്? 1 ആണ്, ഒന്നും തന്നിട്ടില്ല. ബിയുടെ പ്ലേസിൽ തന്നിരിക്കുന്ന എന്താണ്? എ ആണ്. സിയുടെ പ്ലേസിൽ തന്നിരിക്കുന്നത് ബി ആണ്. വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് എന്താണ്? എ. സോ എ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സി എന്ന് പറയുന്ന ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആകണം. സോ എ സ്ക്വയർ മൈനസ് 4b ഈക്വൽ ടു 0, എ സ്ക്വയർ ഈക്വൽ ടു 4b എന്നുള്ളതാണ് ഇക്വേഷൻ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ സ്ക്വയർ ഈക്വൽ ടു 4b ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് നമ്മുടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.